ബാലു ഉണ്ടാ? ഇല്ല, അച്ഛൻ നേറ്റിങ്ങരയില്. കഷ്ടായാലോ. എപ്പോ വരും? അച്ഛൻ ഇന്നലെ വരുമെന്നാണ് പറഞ്ഞത്. ഇതിപ്പം ഇന്ന് വരുമായിരിക്കും. ഇത് സംഭവം എന്തോ അങ്കിള് പറ. അല്ല, അത് ബാലു തന്നെ വരണം. ബാലുവിൻ്റെ അടുത്ത് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ല അങ്കിളെ, ഇത് സംഭവം അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞാനിങ്ങനെ അച്ഛൻ്റെ കൂടെ നടന്ന് അച്ഛനെ പോലെ ആയെന്ന്. അപ്പം അങ്കിൾ എന്നോട് പറയാം, എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടാവുമല്ലോ. ഇത് ബാലു തന്നെ വേണം. കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അല്ല, അതോലൊക്കെ ഭീഷണിയാണ്. അങ്ങനെ നോക്കാൻ പറ്റില്ല. എന്നാലും കുറച്ച് റിസ്ക് ഉണ്ട്, പ്രശ്നമുണ്ട്. അപ്പൊ ബുദ്ധിപരമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ ആയിരുന്നു. ഇത് കായികപരമായിട്ടാണെങ്കിൽ അച്ഛനാണ് ബെസ്റ്റ്. ബാലു തന്നെ വേണം. അപ്പൊ അച്ഛൻ ഇന്ന് വരുമായിരിക്കും. വന്നാ ഇന്ന് ഒന്ന് കാണാൻ പറയോ? വന്നാ ഞാൻ വന്ന് കാണാൻ പറയാം. ഉറപ്പായിട്ട് കാണാൻ പറ. അത്ര അത്യാവശ്യമാണ്. പറയും, ഉറപ്പായിട്ട്. സീരിയസ് ആണ്. പറയാങ്കിളെ, ഞാനെന്നാ പോയി കുറച്ച് സാധനം മേടിച്ചോണ്ട് വരട്ടാ. ആയിക്കോട്ടെ. അതെ, മറക്കരുത് പറയാനട്ടാ. ഇല്ല, മറക്കൂലെങ്കിലേ. മോനെ മറക്കരുത് കേട്ടാ. മറക്കരുതേ. ഇല്ല, മറക്കൂല. കുഞ്ഞേ, സ്കൂളിലെ ഫ്രണ്ട്സുമായിട്ട് അടിയുണ്ടാക്കിയെന്ന് മിസ് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്റെ പെൻസിലൊക്കെ എന്റെ അടുത്ത് ചോദിക്കാതെ എടുക്കും. പെൻസിൽ മാത്രം എടുക്കോളോ? അല്ല, കുപ്പിയുടെ വെള്ളം എടുക്കും. അതൊക്കെ ഫ്രണ്ട്സ് അല്ലേ. ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യണ്ടേ എല്ലാ കാര്യങ്ങളും. ഷെയർ ചെയ്യണോ? പിന്നല്ലാണ്ട്. ഷെയർ ചെയ്യാന്നേ. മോയ്, ഞാൻ വൈകി എന്താണ് കേശു? ഒന്നും പറയണ്ടമ്മ. പോകുന്ന നമ്മുടെ റാങ്കോറങ്ങളൊക്കെ ഉണ്ട്. അങ്കിളുടെ അടുത്ത് സംസാരിച്ച് കുറെ സമയം പോയി. അയ്യോ, രാംകുമാർ അങ്കിളായിട്ട് സംസാരിക്കാൻ നീ എന്താണ്? ആ പ്രായം തന്നെയാണോ നീയും? ലോകകാര്യങ്ങളൊക്കെ സംസാരിച്ചാ? അയ്യോ, ഇത് ലോകകാര്യൊന്നും സംസാരിച്ചല്ല. അങ്കിൾ ആദ്യം എന്നോട് ചോദിച്ചോണ്ട് വന്നത് ബാലു എവിടെയെന്ന്. എന്തോ ബാലുവിനെ പെട്ടെന്ന് കാണണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അച്ഛനെ തിരക്കിയെങ്കിൽ ഹൈമയായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്തെങ്കിലും ഉടായ്പ കാണിച്ചിട്ടുണ്ടാവും. ഹൈമ കൈയോടെ പിടിച്ചിട്ടുണ്ടാവും. അതായിരിക്കും അച്ഛനെ തിരക്കണേ. പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങളെ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ ഡീൽ ചെയ്യാം. അപ്പൊ പറഞ്ഞ് കായികപരമായിട്ടാണെന്ന്. അപ്പൊ പറഞ്ഞു അച്ഛനാണ് നല്ലതെന്ന്. അത് ശരിയായിരിക്കും. അച്ഛനാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ മിടുക്കൻ. അല്ല, പക്ഷെ അച്ഛൻ ഇങ്ങനെ കള്ളത്തിലൊന്നും കാണിച്ചാൽ അച്ഛൻ പെടത്തില്ലല്ലോ. പെടത്തില്ല. അച്ഛന് കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. സകല ഉടായ്പം പഠിച്ചാണല്ലേ നിങ്ങളച്ഛൻ. ഈ രാംകുമാർ അങ്കിൾ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര പാവമായിരുന്നു. ഒരു കള്ളത്തരം അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് കൂടി എല്ലാ കള്ളത്തരവും പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ ഹൈമ എടുത്ത് ഇതൊക്കെ കാണിക്കും. ഹൈമ കൈയോടെ പിടിക്കുകയും ചെയ്യും. എന്നിട്ട് അച്ഛനെ അന്വേഷിച്ച് കിടക്കും. അതിന് രക്ഷപ്പെടണമല്ലോ. അല്ല, നമ്മുടെ അച്ഛൻ എന്ത് ചെയ്താലും 4 കാലിലേ വീഴത്തുള്ളൂ. പക്ഷെ റാംകോറങ്ങൾ അതേപോലെ അറിയത്തില്ല. 4 കാലം പറഞ്ഞപ്പോഴാ രമാനെ വിളിച്ചിട്ട് തുമ്പേ കാണാ. ശരി, കണ്ടേക്കാം. ആണ്ട പിന്നെയും വന്നേക്കണ്. ആംഗ്ലാ പറഞ്ഞ ആമ പരിപാടി. ബാലു എത്തിയാ? ഇല്ല, എത്തിയിട്ടില്ല. ബാലുവിന് അത്യാവശ്യമായിട്ട് കാണേണ്ടിയിരുന്നു. കേശും പറഞ്ഞു. എന്താണ് എന്തെങ്കിലും? ഇല്ല, ബാലുവിനൊന്ന് കണ്ടിട്ടുള്ളൊരു കാര്യമായിരുന്നു. അല്ല, നമ്മളോട് പറഞ്ഞാൽ നമുക്ക് പറ്റിയതാണെങ്കിൽ നമ്മൾ പരിഹരിക്കാം. അല്ല, നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റില്ല. ഇതൊരു ചില കോംപ്രമൈസ് ഒക്കെ വേണ്ടുള്ളൊരു കാര്യമാണ്. അപ്പം എന്തായാലും ബാലുവിനെ കണ്ടേ പറ്റൂ. അല്ല, കേശു പറഞ്ഞാൽ എന്തോ കായികാധ്വാനമൊക്കെ വേണ്ടി വരുമെന്ന്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കായികാധ്വാനമല്ല, ഒരു ചെറിയ കോംപ്രമൈസും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഒരു സംസാരമൊക്കെ വേണ്ട കാര്യമാണ്. അതുകൊണ്ട് ബാലു കൂടെ ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ഹൈമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഹൈമായിട്ടാണ് ഇപ്പോൾ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഒന്ന് ചോദിക്കുകയൊന്നുമില്ലല്ലോ. ഹൈമായിട്ടൊരു പ്രോബ്ലം ഇല്ല. പുറത്തുനിന്ന് എന്തെങ്കിലും അടിപിടി വല്ലതും ഒക്കെ ആണെങ്കിൽ, തല്ലാന വല്ലതും ആണെങ്കിൽ ബാലുവിനെ കൊണ്ടുവരുത്. ഒരിക്കലും ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ. എൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ ബാലുവിൻ്റെ അടുത്താണല്ലോ ഡിപ്പെൻഡ് ചെയ്യണത്. അതുകൊണ്ടാണ്. അതെ, അങ്കിളിന് ഇടയ്ക്കിടയ്ക്ക് പണി ചെയ്യാനുള്ളത് അച്ഛൻ തന്നെയാണല്ലോ. അല്ല, അത് കാര്യമൊന്നുമില്ല. അതൊക്കെ തമാശക്കല്ലേ. അല്ല, എന്നാലും ഈ കാര്യത്തിന് ബാലുവിന് വേണം. അതിപ്പോ ഇനിയിപ്പോ ബാലു ഇവിടെ ഇല്ലല്ലോ. വരുമ്പോ പറയാം. ഓക്കെ, പക്ഷെ വന്ന ഉടനെ ഒന്ന് കാണാൻ പറയണേ. അത്ര അത്യാവശ്യം ആയതുകൊണ്ടാ. അത് മനസ്സിലായി, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. നമ്മളോട് പറയില്ലെന്നറിയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളിപ്പോ തന്നെ പരിഹരിച്ചു തരാം. അല്ല, അതാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ തന്നെ പറഞ്ഞേനെ. ഇത് ബാലു തന്നെ വേണം. അതുകൊണ്ടാണ്. അപ്പൊ ബാലു വന്നോന്ന് പറയണേ. അച്ഛൻ വരുമ്പോ പറയാങ്കിളെ. ഉറപ്പായിട്ട് പറയണേ. അല്ല, പറഞ്ഞാൽ മതി. ശരി. എവിടെയോ പോയി പെട്ടിട്ടുണ്ടടാ. എത്ര ആലോചിച്ചിട്ട് അഴിയിടണില്ലല്ലോ അമ്മ. എന്താണെന്ന് പറയണില്ലല്ലോ. നീ രാംകുമാറിന്റെ പ്രശ്നത്തിന് പോയി അച്ഛൻ പ്രശ്നത്തിൽ പെടാണ്ടിരുന്നാ മതി. അച്ഛൻ എന്തായാലും വിടും. അതെന്തായാലും പെടും. അത് അച്ഛന് മാത്രം അറിയില്ല, ബാക്കി ലോകത്ത് എല്ലാവർക്കും അറിയാം. ബാലു, ബാലു,
എന്തിനാ പറ അല്ല അല്ല ഇത് പറയാൻ വന്ന് അല്ല ഒരു കാര്യം ഉണ്ടായിരുന്നു. പറ എന്ത് ടെൻഷൻ കാര്യം പറ. ടെൻഷനൊന്നുമില്ല. പിന്നെ ക്യാഷ് പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് അന്വേഷിച്ചിരുന്നു. ഇത് കാര്യം ഞാൻ വന്ന് അപ്പോൾ നീലിമ നീലെന്ന് പറഞ്ഞു നീലൊന്നും പറഞ്ഞില്ല. പിന്നെ പിന്നെ ബാലുവിന് ഈ അടിപിടി കേസിലൊന്നും ഇടപെടുത്താൻ പാടില്ല എന്നൊക്കെ ഒരു വാർണിംഗ് ഒക്കെ തന്നു. അത് അവളാണോ തീരുമാനിക്കുന്നത്? കാര്യം പറ രാമു പറ. കാര്യം എന്ന് വെച്ചാലേ ആ പറ. അല്ല പറയാം. കാര്യം പറ. എൻ്റെ റാം നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നോ? എവിടെയൊക്കെ അന്വേഷിച്ചു നിങ്ങളെ? ഇതാണോ ടെൻഷൻ നിങ്ങളെ? സൗണ്ട് പോയി അടിച്ചു പോയി. ട്രാവലിംഗ് അല്ലേ എപ്പോഴും? ടയർഡായിട്ട് ഐസ്ക്രീം എല്ലാം കഴിച്ചു. ചുമ്മാ ഇത് കൊച്ചുപിള്ളേർ ഐസ്ക്രീം കയറ്റി അതിന് ഒട്ടത് ഇത് അങ്ങോട്ട് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? എനിക്ക് അറിയത്തില്ല എന്റെ ബാലു. ടെൻഷനൊന്നുമില്ല. നിങ്ങളുടെ മോൻ കണ്ടാ പറ എന്തോ ടെൻഷൻ ഉണ്ട്. പറയുന്നില്ല, ചോദിച്ചിട്ട് എന്താന്ന്? ഇല്ലെന്ന് ചുമ്മാ പറയല്ലേ പപ്പ. ഞാൻ മുമ്പേ കേശുവിനെ വിളിച്ചായിരുന്നു. ഇപ്പൊ പാറക്കുട്ടി എടുത്ത് അവള് പറഞ്ഞില്ലേ പപ്പ കുറെ നേരം ബാലുച്ചിനെ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നെന്ന്. അല്ല ബാലുവിനെ കാണാനുണ്ടായിരുന്നു. പക്ഷെ അത് വേറെ കാര്യം പറയാനുണ്ടായിരുന്നു. അതാണ് ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ റെഡിയാക്കി തരാം. അത് കൊള്ളാലോ. ഭാര്യ എന്നോട് പറയാണ്ട് നിങ്ങൾക്ക് എന്നോട് പറയാൻ മടി? മടിയൊന്നുമല്ല. അല്ല ഇപ്പൊ ടെൻഷൻ അറിയണോ അല്ല ഞങ്ങൾക്ക് ടെൻഷൻ ഞാൻ മാറ്റണോ? ഏതാണ് ചെയ്യേണ്ടത്? എനിക്ക് റാമിന് ടെൻഷൻ എന്താന്ന് എനിക്കറിയണം. ഞാൻ ഭാര്യയല്ലേ. പോ എന്റെ ബാലു, സീരിയസ് ആയ കാര്യം പറയും. രാമകുമാർ ഇത് അതെ ഞാൻ ടെൻഷനൊക്കെ അടിച്ച് മാറ്റിക്കോളാം. പിന്നെ നിങ്ങൾ പിന്നെ അടി കൂടരുത്. എന്താണ് ചോദിച്ചത് മനസ്സിലാക്കി ഞാൻ രാമകുമാർ ടെൻഷനൊക്കെ മാറ്റിക്കോളാം കേട്ടാ. നീ ഒന്ന് പറഞ്ഞു കൊടുക്കും മോളെ. അതെ ബാലുവച്ച മാറ്റിത്തരാന്ന് പറഞ്ഞില്ലേ ടെൻഷനൊക്കെ. പിന്നെ എന്തുവാ എന്നാലും എന്നോട് പറഞ്ഞാൽ എന്താ മോളെ? ചുമ്മാ ആയിരിക്കും മമ്മി തൊണ്ടയും കൊണ്ട്. ചെന്ന് ഉപ്പിട്ട് വെള്ളം പോ. അത് തൊണ്ടെന്ന് ഇറങ്ങട്ടത്. ചെല്ല് ഗാർഗിളേ പോ. ശരി എന്തെങ്കിലും ആവട്ടെ പോ. അങ്ങോട്ട് പോണം. പിന്നെ അങ്ങോട്ട് പോകണം. ഇങ്ങോട്ടല്ലേ? അങ്ങോട്ട് പോണം. എന്തോ രാമകുമാർ നിങ്ങൾക്ക് മൊത്തം ഇത് തന്നെ ടെൻഷൻ. അല്ല ഞാൻ കാര്യം പറയാം. പക്ഷെ അതിന്റെ പേരിൽ ഇനി നീലും ബാലും അടിയാ വരുന്നത്. രാംകുമാർ അല്ല ബാലു. വരച്ചോ അവിടെ നിൽക്കും നീലു. അറിയാ പറ കാര്യം പറ. എനിക്ക് ഒരു ക്രിക്കറ്റ് ടീമുണ്ട്. ക്രിക്കറ്റ് ടീമാ? അതായത് ഈ കമ്പനികൾക്കൊക്കെ ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാവുമല്ലോ. അപ്പൊ എന്റെ കമ്പനിക്ക് ഒരു ക്രിക്കറ്റ് ടീമുണ്ട്. അപ്പോ ഈ കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ ടീം ഉണ്ടാകുമ്പോൾ ഞാനും ഉണ്ടാക്കിയ ടീം. ഞാനാണ് എന്റെ ക്യാപ്റ്റൻ. പക്ഷെ ആദ്യം കളിച്ച കളികളൊക്കെ തോറ്റു. സ്വാഭാവികം. അല്ല അത് സ്വാഭാവികം. പക്ഷെ അത് തോറ്റു. കംപ്ലീറ്റ് തോറ്റപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു ഒരു നല്ല ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ ഞാനായിരുന്നു ആദ്യം ക്യാപ്റ്റൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നല്ല കളിക്കാരനെ ക്യാപ്റ്റൻ ആക്കി നമുക്ക് ജയിക്കാൻ തുടങ്ങുമല്ലോ. അങ്ങനെ ഒരുത്തനെ പിടിച്ച് ഞാൻ ക്യാപ്റ്റൻ ആക്കി. അപ്പോൾ നമ്മളെല്ലാ കളിയും ജയിക്കാൻ തുടങ്ങി. അവൻ്റെ മിടുക്ക്. പക്ഷേ ഒരു ടൂർണമെന്റ് ഉണ്ട് കോർപ്പറേറ്റ് കമ്പനികളായിട്ട് തുടങ്ങി. ഇന്നലത്തെ കളിക്ക് എന്നെ കളിപ്പിച്ചില്ല. കളിപ്പിച്ചില്ലേ? ഇല്ലെന്ന്. അയ്യാ എന്ത്? അവൻ എൻ്റെ അടുത്ത് കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ക്യാപ്റ്റൻ. ചോദിക്കാ ഞങ്ങൾ പറയാം ചോദിക്കാൻ പറയാം. അല്ല അവൻ പറയണത് പറ്റൂല, നിങ്ങൾ കളിക്കണ്ട അവൻ തീരുമാനിച്ചു. അത് പുള്ളി നിങ്ങളല്ല എൻ്റെ ഓണർ. പിന്നെ അവൻ കളിക്കണ അതാണ് ഞാനാണ് ഓണർ. എന്നിട്ട് എന്നെ കളിക്കാൻ സമ്മതിച്ചില്ല. ഞാൻ ചോദിച്ചപ്പോഴേ ചോദിക്കാ. പക്ഷെ അവൻ നല്ല ഒത്തിരി ബോക്സിംഗ് ഒക്കെ അറിയുന്നവരാണ്. അത് കുറെ നാടടി അറിയാല്ലേ. പഴയ മുട്ട ബാലു എന്റെ സ്വാഗതം എടുപ്പിക്കരുത്. അവസാനം കയറി പറയുന്നത് എന്റെ ക്യാപ്റ്റനാണ് അവൻ ഇടി കൊടുക്കരുത് ബാലു എന്ന് പറയരുത്. ഇല്ല അത് ഞാൻ പറയും. സംസാരിക്കുമല്ലോ. ടെൻഷൻ അടിച്ചു. എനിക്ക് കളിക്കണം. നാളെ കളിയുണ്ട്. കളിക്കണമെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് കളിക്കാൻ പറ്റില്ല. ഉറപ്പായിട്ട് കളിക്കാം. ആ കളിക്കുന്ന ഇടയിൽ കൂടെ കൈമോതിര തൊണ്ടാന്ന് ശരിയാക്കണം കേട്ടോ. അത് ശരിയാക്കും. ഞാൻ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ചൂടുവെള്ളത്ത് ഗുളിനാക്കാൻ പറഞ്ഞു. ഞാൻ കിട്ടണില്ലടാ. അച്ഛനെ വിളിച്ചിട്ട് കിട്ടണില്ല. നേറ്റേന്ന് ഇറങ്ങിയത് അമ്മ പറയുകയും ചെയ്തു. പിന്നെ ഇത് അങ്ങോട്ട് പോയി. ഇതിപ്പോ എന്തിനു പറയണോ? സ്വിച്ച് ഓഫ് എന്നാ? സ്വിച്ച് ഓഫ് അല്ല, ബെല്ലടിക്കണ്ട്, എടുക്കണില്ല. മിക്കവാറും മരുന്ന് വയ്ക്കുക ഏതെങ്കിലും കൂട്ടുകാരന്മാരെ കണ്ട അവരോടെ പോയി കാണും. ഏത് കൂട്ടുകാരെ കണ്ടാലും എന്താണ് ഫോൺ എടുത്തൂടെ? പറയാൻ പറ്റത്തില്ല. ഇതാരത്? ഹൈമ ഇരിക്കി. ഡോ ഇതെന്തോന്നത്? തന്നെ കാണാനില്ലല്ലോ. തിരക്കല്ലേ? ബിസിയാ. തിരക്കെന്ന് പറയുമ്പോ ജോലിക്കൊന്നും പോകണ്ടല്ലോ. എനിക്ക് ഭാഷയുണ്ട് നീലമ്മ. ഇനി ഞാൻ പോയ പേപ്പറൊക്കെ എഴുതി എടുത്തിട്ട് ഞാൻ ഓഫീസിൽ കാല് കുത്തുള്ളൂ. അയ്യോ അപ്പൊ ഇനി അടുത്ത കാലത്തങ്ങ് ജോലിക്ക് പോകണില്ലേ? നീലമ്മ തമാശ പറയാനും പാടില്ലേ. അനുഗ്രഹിക്കല്ലേ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. നീലു റാം വന്നായിരുന്നു ഇങ്ങോട്ട്? വന്നായിരുന്നല്ലോ. ഒന്നല്ല 2 തവണ വന്നായിരുന്നു. അല്ല ബാലു റാം അവിടെ സംസാരിക്കുന്നത് കണ്ടിരുന്നു. അതിന് ശേഷം ഇങ്ങോട്ട് വന്നായിരുന്നു എന്ന് ചോദിച്ചത്. ബാലു വന്നാ? അച്ഛൻ വന്ന് മോള് കണ്ടില്ല? ആലോചിച്ച് വന്ന നിങ്ങൾ കണ്ടില്ലേ? അല്ല നമ്മള് കാണാത്തോണ്ടാണ് ഈ ഫോണിൽ വിളിച്ചോണ്ടിരിക്കണേ. കിട്ടണില്ലായിരുന്നു, എടുക്കണില്ലായിരുന്നു. ബാലു വന്ന്. പിന്നെ നീലു അതെ റാമിന് ചെറിയൊരു പ്രശ്നം. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തോ പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞിട്ട്.
ആണോ എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാ ഇല്ല. ദാ, ഇത് തന്നെ ഞാൻ ചോദിച്ചിട്ട് പ്രശ്നം എന്താന്ന് പറയുന്നില്ല. ചിലപ്പോ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രണ്ടും കൂടെ പോയതാണെങ്കിലും. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഫീസിൽ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ റാമിന്റെ ക്രിക്കറ്റ് ടീമിന്റെ കളിയായിരുന്നു. ഇന്നലെ വന്നതുപോലെ ആള് ഭയങ്കര മൂഡ് ഓഫ്. അപ്പൊ കളി തോറ്റാണോ അതിന്റെ സങ്കടമായിരിക്കും. അതിന്റെ ഒന്നും അല്ലടാ, പപ്പയുടെ സ്ഥിരം തൂക്കുന്നു. അപ്പൊ പിന്നെ ചിലപ്പോ ജയിച്ചു കാണും, അതിന്റെ ഞെട്ടലായിരിക്കും. എടാ അതൊന്നും അല്ലെന്ന്. എനിക്ക് ബാലുവിന്റെ കാര്യത്തിലാണ് പേടി. എല്ലാ പ്രശ്നങ്ങളും കയറി പിടിച്ചോളും, എന്നിട്ട് പോയി അബദ്ധത്തിൽ ചാടുകയും ചെയ്യും. ഇത് തന്നെയാ എനിക്കും അത് തന്നെ പേടി. രണ്ടാളും ഒരുമിച്ചാണോ പോയത്? അപ്പൊ നല്ലൊരു കോമ്പിനേഷനാണ് പോയേക്കണത്. എന്തായാലും ഒരു സ്റ്റണ്ട് കഴിഞ്ഞിട്ടേ തിരിച്ചു വരുത്തുള്ളൂ. സ്റ്റെൻഡിങ് കഴിഞ്ഞ് അങ്ങോട്ട് വരട്ടെ, ബാക്കി ഇടി ഞാൻ കൊടുക്കും. എന്തായാലും രാംകുമാറിന്റെ കാര്യം കട്ടപ്പോകാം. പുറത്തിറങ്ങിയാലും ഇടി, വീട്ടിൽ ചെന്നാലും ഇടി. ഇടൊരു തമാശ പറഞ്ഞാളോ? അല്ല, ഞാൻ അത് വിട്. തന്റെ ശബ്ദത്തിന് എന്ത് കൊരക്കിനേറി പിടിച്ച ഈ അടിയുണ്ടായ സമയത്ത്? അതൊന്നുമല്ല, ഈ ബിസിനസിന്റെ ട്രാവലിംഗ് അല്ലേ, വന്നപ്പോ ചെറിയ കോൾഡൊക്കെ ഉണ്ടായിരുന്നു. പോരാണ്ട് ഇവിടെ അവിടുന്ന് ഐസ്ക്രീം കഴിക്കുന്ന കണ്ടാ പിന്നെ ഞാനും കഴിക്കാണ്ടിരിക്കോ? കഴിച്ചു, ശബ്ദം പോയി. 2 ദിവസം റെഡി ആവുമായിരിക്കും. ഓക്കെ ആണോ? പിന്നെ ഓക്കെ ആണ്. ഇല്ല മോശമായി വളരെ മോശമായി പോയി. ഞാനൊരു ക്രിക്കറ്റ് ടീം തുടങ്ങിയതാണ് ഞാൻ ചെയ്ത് തെറ്റ്. ക്രിക്കറ്റ് ടീം തുടങ്ങി, അത് കളിക്കണം ഇത്ര വാശി പിടിക്കുന്നതിന്. ഞാൻ അടിപൊളി പ്ലെയർ ആണെന്ന്. അയ്യോ ഞാൻ കണ്ട് 5 വാൾ ഇറങ്ങി, 5 വാളും വൈഡ്. ബാക്കി ബാറ്റ് ഇറങ്ങിയപ്പം മൊത്തം നെഞ്ചിൽ കയറി വാങ്ങിച്ച്. അത് ടച്ച് വിട്ടുപോയതാണ് ബാലു. ടച്ച് ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സൂപ്പർ പ്ലെയർ ആണ്. നിങ്ങൾ ആദ്യം മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യും, അപ്പൊ പയ്യൻ കളിപ്പിച്ചോളൂ. അവനാണ് തീരുമാനിക്കുന്നത്. പിന്നെ ആദ്യം തീരുമാനിക്കേ? ഞാൻ ടീമിന്റെ ഓണർ അല്ലെന്ന്. എന്നിട്ട് ആദ്യം എന്നെ തന്നെ പുറത്താക്കിയവേ. കൂട്ടത്തിലൊരു വാഴിനെ പുറത്താക്കി, അതാണ് അവൻ പറഞ്ഞത്. ഞാൻ ബാലു ഒരു കാര്യം ചെയ്യും, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും, ഇത് ഞാനും വരാം. അപ്പൊ ഓക്കെ, നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ്. അല്ല പിന്നെ ആഹാ, ചേട്ടൻ ഇവിടെ വന്നിരിക്കായിരുന്നാ? കൊറേ കിടന്ന് വിളിച്ചായിരുന്നു കേട്ടാ. എന്താ ഫോൺ എടുക്കാഞ്ഞത്? എടീ കുറെ ഫോൺ എടുത്തിരിക്കും, അപ്പൊ വിചാരിച്ചോടി എന്തോ തിരക്കായിരിക്കും. പിന്നെ ഞാൻ കണിയാത്തിയാണല്ലോ, നിങ്ങൾ വിചാരിക്കണതൊക്കെ അങ്ങോട്ട് ഞാൻ കാണാനായിട്ട്. രാംകുമാറേ, രാവിലെ വാലിൽ തീ പിടിച്ചോലെ ഓർഡർ ഇട്ടായിരുന്നല്ലോ. എന്തൊക്കെ പ്രശ്നമുണ്ടെന്നും പറഞ്ഞു. പ്രശ്നമൊക്കെ പരിഹരിച്ചാ? ഇല്ല, രാംകുമാറിനെ ഒരു ക്രിക്കറ്റ് ടീം ഉണ്ട്. അത് നേരത്തെ ഹൈമാൻഡി പറഞ്ഞായിരുന്നു. ഇന്നലെയും തോറ്റല്ലേ? തോറ്റ്, പക്ഷെ പ്രശ്നം അതല്ല. എല്ലാവരും തല്ലിയാ അവിടത്തെ? അല്ല, ടീമിൽ ആരെങ്കിലും തല്ലിയോ വഴക്കുറയോ എന്തെങ്കിലും ചെയ്താ? തല്ലെങ്കിൽ പണ്ടേ പ്രശ്നം തീർന്നില്ല, അങ്ങോട്ട് തമ്മിൽ തീൽ വരുന്നല്ലേ. ഇത് അതല്ലല്ലോ. പിന്നെ വേറെ എന്തൊരു പ്രശ്നം? പറ, എന്താ പ്രശ്നം എന്ന് പറ. കളിക്കാൻ ഇറക്കിയില്ല. കളിക്കാൻ ഇറക്കിയില്ലെന്ന്. ആരെ? അമാരി രാംകുമാറിന്റെ ടീമിലുള്ളവർ രാംകുമാറിനെ കളിക്കാൻ ഇറക്കിയില്ല. അച്ചൂടോ, കുഞ്ഞിനെ കളിക്കാൻ ഇറക്കിയില്ലേ അല്ലേ? പാവോട്ടാ. കേശുവേ, കേട്ടിട്ട് ചിരി വന്നിട്ടുമല്ല, നാനുണ്ടേ. കുറെ വയസ്സായില്ലേ? 58 എത്രയാണ്? കുറെ ആയില്ലേ ഈ പ്രായത്തിൽ? എന്നെ കളിക്കാൻ ഇറക്കില്ലേട്ടാ, അയ്യോ കുഞ്ഞിനെ കളിക്കാൻ ഇറക്കില്ലേട്ടാ എന്ന് പറയാനായിട്ട്. എന്റെ ടീമാണെന്ന്, എന്നിട്ട് എന്നെ കളിപ്പിച്ചില്ല. എൻ്റെ രാംകുമാർ, ഇത് കേശു എന്ന് പറഞ്ഞെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഇത് എൻ്റെ മരുമോളുടെ അച്ഛനായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ വരും പറഞ്ഞാനേട്ടാ. നീലു എന്റെ ഭാഗത്തുനിന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനൊന്നും നേരമൊന്നുമില്ല. എനിക്ക് അല്ലാണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അല്ല, പോയി ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. എനിക്ക് ബിസിനസ് ഉണ്ടെന്ന്. ഇങ്ങനെ പോയി ഞാൻ ബിസിനസ്സൊക്കെ പോയിട്ട് വീട്ടിൽ കുത്തിരിക്കേണ്ടി വരും. നിനക്ക് രാംകുമാറിന്റെ മാനസികാവസ്ഥ മനസ്സിലാകത്തോണ്ടാണ് ഞാൻ വല്ല പറഞ്ഞ കൂടി പോകട്ടെ ബാലു, ഒന്നും ഉണ്ടായിരുന്നേ. മാനസികാവസ്ഥ പോലും. രാംകുമാറെ, ആരെന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ ഉണ്ട്. രാംകുമാർ പ്രാക്ടീസ് ചെയ്യും. അത് മതി ബാലു. ബാലു കൂടെ ഉണ്ട്, എനിക്ക് ധൈര്യമാണ്. അത് മതി. ബെസ്റ്റ് കൂട്ട് ചേരും രണ്ടുപേരും കൂടെ. അപ്പൊ നമ്മള് കൂടെ. ഓക്കെ. നല്ല പ്ലെയറാ. നാണുണ്ടോ നിങ്ങക്ക്? വയസ്സാലത്ത് നിങ്ങക്ക് ഇതിന്റെ അസുഖമാണ്. ടെമ്പിളിടാ മോളെ, എന്തോന്നാണ് ഇത്? പക്ഷെ എൻ്റെ ദൈവമേ, വന്ന് കയറുന്നു അതേപോലത്തെ തന്നെ. നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യാന്ന്? എനിക്ക് എന്തിനു നാണം? എന്റെ ടീം, ഞാൻ അതിന്റെ ഓണർ, ഞാൻ അതിൽ കളിക്കും. ഞാനൊരു പ്ലെയർ ആണ്, ഞാൻ എൻ്റെ ഒരു ഭാഗമായിരിക്കും എപ്പോഴും. പറഞ്ഞു കൊടുക്കും. നമ്മുടെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. അത് കറക്റ്റാണ്. പപ്പയുടെ ടീം ജയിക്കാറൊക്കെ ഉണ്ടല്ലേ, അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. പിന്നെ മനസ്സിലായി. നന്നായി കളിക്കുന്ന കുട്ടികളുള്ളതുകൊണ്ട് ജയിക്കണ്ടെന്നല്ലേ? ഓ പപ്പ, കളിക്കുന്ന ആരായാലും ജയിക്കുന്ന നമ്മുടെ ടീമല്ലേ? കപ്പ് കൊണ്ടുവരുന്നത് നമ്മുടെ കമ്പനിയിലോട്ടല്ലേ, പിന്നെന്താ? അങ്ങനെ ഞാൻ ഇല്ലാണ്ട് അവർ ജയിച്ച് കപ്പ് കൊണ്ടുവരണ്ട. ഞാനാണ് കമ്പനിയുടെ ഓണർ, ഞാനാണ് ടീമിന്റെ ഓണർ. ഞാൻ കളിക്കുമ്പോ കപ്പ് കൊണ്ടുവന്നാ മതി. എന്തൊരു സ്വഭാവ? നിനക്ക് വേറെ പണിയില്ലേ? മനസ്സിലായി. ഇടിയല്ല, പന്താകുമ്പോ ഏറാണ് കിട്ടുക. അതെ, നോ പെയിൻ നോ ഗെയിൻ. പെയിൻ ഇല്ലാതെ ഗെയിൻ ഉണ്ടാവുന്ന വഴിയാണ് മമ്മി പറഞ്ഞു തന്നത്.
അങ്ങനെ ഇപ്പോൾ വേണ്ട. ഐ ആം എ കംപ്ലീറ്റ് പ്ലെയർ, ഐ ആം എ ഫാന്റാസ്റ്റിക് പ്ലെയർ. ഞാൻ നല്ലൊരു ബാറ്റ്സ്മാനാണ്, നല്ലൊരു ബൗളറാണ്, അടിപൊളി വിക്കറ്റ് കീപ്പറും കൂടിയാണ്. ഈ ബാലു അച്ഛൻ എന്തിനാ ഈ പപ്പയെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഹി നോസ് മൈ പാഷൻ. എൻ്റെ പാഷൻ അദ്ദേഹത്തിന് അറിയാം. അവ കൃത്യമായിട്ട് അറിയാം എനിക്ക് എത്ര പാഷൻ ഉണ്ട് ക്രിക്കറ്റിനോടൊന്ന്. അതെ, ബാലു അച്ഛൻ ഇങ്ങനെ കളി കണ്ടിട്ടില്ല. 1-2 വട്ടം കണ്ടു കഴിയുമ്പോൾ എല്ലാം പോവും. ബാലു അച്ഛൻ ഇങ്ങനെ കളി കണ്ടിട്ടില്ല. ബാലു അച്ഛൻ എന്റെ കളി കാണണ്ട, കാണുമ്പോ ഇഷ്ടപ്പെടും. മനസ്സിലായില്ലേ? എന്തോ ആയിക്കോട്ടെ, ഞാൻ ജയിക്കും. ഞാൻ ക്രിക്കറ്റിൽ ചാമ്പ്യനോ എന്നിട്ട് വരും ഞാൻ. ഇത് വല്ലാത്ത പാട് തന്നെയാണ്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ ഹൈമ? എന്റെ നീലു പോയി ഏറ് വാങ്ങിയിട്ട് വരട്ടെ. ആഗ്രഹമല്ലേ, വാങ്ങിക്ക്, തനിയെ പഠിച്ചോളും. വേറെ നെഗറ്റീവ് ഇല്ലേ? നമുക്ക് ഇവിടെ അധികം നിന്ന് കഴിഞ്ഞാലേ അവിടെ സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ് ഒക്കെ പോകും. അതാണെന്ന് കേട്ടോ. യെസ്, പ്രാർത്ഥിക്ക്, അല്ലെങ്കിൽ ഡക്കടി തിരിച്ചു വരും. ഡക്കടിക്കൂല. ഈ 2 ബാറ്റ് എന്തിനാണ്? ഒരെണ്ണം പോരെ? അത് പവർ പോരാൻ തോന്നിയാ ചിലപ്പോ അടിച്ച പൊട്ടും ഞാൻ അടിക്കുന്ന അടിയിൽ. അപ്പൊ ഈ ബാറ്റ് എടുക്കുക. ബാറ്റ് പൊട്ടിങ്ങനെ അടുത്ത ബാറ്റ് എടുക്കും. അങ്ങളെ പൊളിച്ചടിക്കിട്ട് വാ. ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ തന്നെ ചുമന്നോളാം. ഞാനല്ലേ ചുമക്കേണ്ടത്. അത് വലിച്ചോണ്ട് പോകാമല്ലോ, ചുമക്കണം എന്തിനാ? ഇല്ല, അവസരം വലിക്കുമെന്നാണ് പേടി. ബാലേ, തിരിച്ചു വരുമ്പോ നിങ്ങൾ പോകുമ്പോ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് പോകാൻ നല്ലത്. അതല്ല, ആൾക്കാർക്ക് പറഞ്ഞോണ്ട അടിച്ചു കൊടുക്കല്ലേ, അവർക്ക് അറിഞ്ഞൂടാ ക്രിക്കറ്റ് കളിക്കാരനാണ്. എന്റെ വാപ്പൊക്കെ ഓക്കെ അല്ലേ? പോലും അല്ല, കറക്റ്റാ. എനിക്ക് കളിച്ചിട്ട് തരണം. എനിക്ക് നെയ്യാറ്റിന്റെ തൊഴുത്തൊന്ന് അടിച്ച് റെഡിയാക്കണം. പൊട്ടിയാ തരാം ഞാൻ. പോട്ടാ. ഓ ടാറ്റ. എന്തരമ്മ ദുബായിക്ക് പോണത്? ഹൈമ, രാംകുമാറിനെ നിങ്ങളുടെ എവിടെ ഉണ്ട്. കല്യാണത്തിന് മുമ്പേ വല്ല അസുഖം ഉണ്ടായിരുന്നോ? എന്റെ നീലു ഒന്നും പറയാത്തേ നല്ലത്. എന്തേലും ഒരു കാര്യം കിട്ടിയ പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. പോയിട്ട് വരട്ടെ. അതൊന്നും അല്ല ഞാൻ ചോദിച്ചത്, വല്ല തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? നീലു എന്ത് നീലു നല്ല കാണിക്കലിട്ടാണ് തോന്നുന്നത്. എന്തോ കാണിക്കല്. ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് ഫുട്ബോൾ കൊണ്ടുവരണോ? ചേട്ടാ, ഫുട്ബോൾ അല്ല, അച്ഛനെ വേറെ. അതിന് അച്ഛൻ കളിക്കാൻ പോയതല്ലല്ലോ, കളി കാണാൻ പോയതല്ലേ. എന്തുറ്റി റാം? ഒന്നും പറയണ്ട. അവിടെ ചെന്നപ്പോഴേ നമ്മളെ റാമിന്റെ സ്വന്തം ടീമിൽ ഒരാൾ കുറവ്. പിന്നെ ഞാൻ ഇറങ്ങി 5 വിക്കറ്റ്. അപ്പൊ കളി തോറ്റ്. 5 വിക്കറ്റ് അടിക്കുന്നു. വേണ്ടേ, വലിയ ബാറ്റ്സ്മാൻ, ഓൾറൗണ്ടറാണ്. അല്ല അപ്പോഴേ ഈ പ്രധാന കളിക്കാരൻ കളത്തിലിറങ്ങിയില്ലേ? പിന്നെ പ്രധാന കളിക്കാരൻ കളിക്കാൻ ഇറങ്ങി. ഫസ്റ്റ് ബാറ്റിംഗ് ഓപ്പണറല്ലേ. ഞാൻ പറഞ്ഞ ഹെൽമെറ്റ് വയ്ക്കാൻ. ഞാൻ എത്ര കണ്ടതാ. ഹെൽമെറ്റ് ഒന്നും വേണ്ട, ഫസ്റ്റ് ഇറങ്ങി. അഫ്സൽ കരുതാകപ്പള്ളി ഒരു പയ്യനുണ്ടായിരുന്നു, അവനാണ് ബൗളർ. മൊത്തം വൈഡേ അറിയുള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബോളർ നേരെ വന്നത്. അത് നേരെ നെറുകം തലയിൽ. ഇറങ്ങണം അങ്ങോട്ട്. എത്ര കണ്ടതാ, പക്ഷെ ഒന്നും കണ്ടില്ല. ബോളൊന്നും കണ്ടില്ല. കണ്ണുറന്ന് നോക്കിയപ്പം നമ്മൾ ടീം ജയിച്ച് 5 വിക്കറ്റ് അടിക്കും. എനിക്കാണെങ്കിൽ പണ്ട് ഈ അഫ്സലിന്റെ ദേഷ്യം തലയും വിലങ്ങ് ഞാൻ അടിക്കും. 4 6. കളിയെല്ലാം കണ്ടായിരുന്നാ? എവിടെ, ഞാൻ കിടക്കായിരുന്നില്ലേ. അത് യൂട്യൂബിലല്ലേ, അത് നമുക്ക് സേവ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു കേട്ടാ. ഇതുവരെ കളി കാണാനെങ്കിലും പോവായിരുന്നു. ഇപ്പൊ ആ ക്യാപ്റ്റൻ പറയണ എന്റെ അടുത്ത് ഇനി കളി കാണാനും വരണ്ട, ദുശകരമാണെന്ന്. എന്തായാലും 2 ദിവസം രാംകുമാർ പുറകെ നടന്നെങ്കിൽ എന്താ, അവസാനം ബാലുവിന്റെ ഹെൽപ്പ് കിട്ടിയല്ലോ, ജയിച്ചല്ലോ. കളിക്കേണ്ടിയും വന്നില്ല. അപ്പൊ ഒരു കളിക്കളത്തേക്കില്ല. ഒരു കാര്യം പറയാം, ക്രിക്കറ്റിനാണെന്നും പറഞ്ഞ രാംകുമാർ ഈ വീട്ടിന്റെ പടിക്ക് പുറത്തിറങ്ങിപ്പോ കേട്ടല്ലോ ഹൈമ. ഒരിക്കലും ഇല്ല, മുട്ടും കാലും ടീമിനെയൊക്കെ അടിച്ച് ജയിപ്പിച്ചോണ്ടേ. ഇനിയിപ്പോൾ എല്ലാ കളിയിലും എന്നെ വേണമെന്നാണ് പറയണേ. ആഴ്ച 3 ദിവസം എന്നെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്നത്. കുഴപ്പമില്ല, ഈ 2 മുട്ടിന്റെ കാര്യം ഞാനും പറ്റും. രണ്ടുപേരുടെയും മുട്ടിന്റെ കാര്യത്തിൽ തീരുമാനമായി.
കിറ്റ് വേണം. റേഷൻ വാങ്ങിക്കാനാ?